കഥയാരംഭിക്കുന്നത് ജോൺ എന്ന പയ്യനിൽ നിന്നുമാണ്. ജോൺ വളരെ പാവത്താനായ, എല്ലാവരും ഒരു കഴിവുമില്ലാത്തവൻ എന്നൊക്കെ നോക്കിക്കണ്ടിരുന്ന ഒരു യുവാവായിരുന്നു. പക്ഷേ അവൻ ആലീസിനെ വിവാഹം കഴിച്ചതോടെ എല്ലാവർക്കും അവന്റെ മേൽ ചെറിയ അസൂയെങ്കിലും തോന്നാതിരുന്നില്ല. ആലീസ് അതീവ സുന്ദരിയാണ്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അവൾ അവിടുത്തെ പോപ്പുലർ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു. ആലീസ് ഭംഗിയുള്ളൊരു പെൺകുട്ടി മാത്രമായിരുന്നില്ല, മറിച്ച് ഇന്റലിജന്റ് ആയ ഒരു വ്യക്തി കൂടിയായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇരുവരും ഗ്രാജുവേറ്റ് ആണെങ്കിൽ കൂടിയും നല്ല ജോലികളിലേക്ക് എത്തിപ്പെടാൻ രണ്ടുപേർക്കും സാധിച്ചില്ല. ഒരുപാട് തവണ ആലീസ് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, പക്ഷെ ഒരു ജോലിയും കിട്ടിയില്ല. മറുവശത്ത് തനിക്കുള്ള ചെറിയ ജോലി കൊണ്ട് കുടുംബം മുമ്പോട്ട് കൊണ്ടുപോകാൻ ജോൺ ആണെങ്കിൽ കഷ്ടപ്പെടുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ പത്രത്തിൽ ജോലി നോക്കിക്കൊണ്ടിരിക്കെ അവളുടെ സുഹൃത്തും ലാൻഡ് ഓണറുമായ ആർണി പണം പിരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നു. കയ്യിൽ വേറെ പണമില്ലാത്തതുകൊണ്ട് അവൾ സൂക്ഷിച്ചു വെച്ചിരുന്ന റെന്റ് പൈസ കൊണ്ട് ഭക്ഷണം മേടിക്കാം എന്നവൾ ചിന്തിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആർണി വന്നിരിക്കുന്നത്. മറ്റു വഴികളില്ലാതെ അവൾ ആ പണമെടുത്ത് ആർണിക്ക് കൊടുത്തു. അവരുടെ സാമ്പത്തികാവസ്ഥ കൂടുതൽ മോശമായി മാറിയിരുന്നു. രാത്രിയിൽ ഭക്ഷണം പോലും കഴിക്കാനില്ലാത്തതുകൊണ്ട് ഒരു സ്കൂൾ ഫ്രണ്ട് വിളിച്ച പാർട്ടിക്ക് പോവാൻ അവർ തീരുമാനിച്ചു. പേറ്റൺ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. പേറ്റൻ ഒരുപാട് തവണ ആലിസിനെയും ജോണിനെയും കളിയാക്കിയിട്ടും ബുള്ളി ചെയ്തിട്ടുമൊക്കെയുണ്ട്. വളരെ വലിയ ജോലിയും സമ്പന്നതയുമൊക്കെ അവൾക്കുണ്ടായിരുന്നു. അവളുടെ പാരന്റ്സിൽ നിന്ന് തന്നെ അവളിലേക്ക് എത്തിച്ചേർന്നത്. ഏറെ സമ്പന്നനായ റിക്കി എന്ന ബിസിനസ്മാനുമായിട്ടായിരുന്നു അവളുടെ വിവാഹവും കഴിഞ്ഞത്. അത്രമേൽ സുഖകരമായ ഒരു ജീവിതത്തിലായിരുന്നു പേറ്റൺ ഉണ്ടായിരുന്നതും. പാർട്ടിയിലെത്തിയ ജോണും ആലീസും അവോയ്ഡ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ അവരതിലൊന്നും വിഷമം കാണിച്ചില്ല. പിന്നാലെയാണ് അവരുടെ കൂട്ടുകാരായ, എപ്പോഴും അവരുടെ കൂടെയുണ്ടായിരുന്ന ലൂയിസിനെയും ചക്കിനെയും അവർ അവിടെ കാണുന്നത്. ലൂയിസും ചക്കും അവരെപ്പോലെ വിവാഹിതരാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരും. പക്ഷേ എന്നിരുന്നാലും അന്ന് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും കുടിക്കാനുമൊക്കെ പറ്റിയതുകൊണ്ട് അവർ ആ പാർട്ടി എൻജോയ് ചെയ്ത് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. പിറ്റേന്ന് പുലർച്ചെ എഴുന്നേറ്റപ്പോ ആലീസിനും ജോണിനും ഹാങ് ഓവർ ഉണ്ട്. ഭക്ഷണം കഴിച്ച് ഹാങ് ഓവർ മാറ്റാം എന്ന് കരുതി ഇരുവരും കാറെടുത്ത് പുറത്തേക്കിറങ്ങി. പോകുന്ന വഴിയിൽ ഇരുവരും സംസാരത്തിലകപ്പെട്ടു പോയിരുന്നു. ആ യാത്രയിലാണ് അവരുടെ കാർ ഒരു അപകടത്തിൽപ്പെടുന്നത്. ഒരു ട്രക്കുമായി കൂട്ടിമുട്ടുകയായിരുന്നു. പിന്നാലെ പോലീസ് എത്തി ജോണും ട്രക്ക് ഡ്രൈവറും തമ്മിൽ സംസാരവും ആരംഭിച്ചു. ജോൺ കോമ്പൻസേഷൻ ആവശ്യപ്പെടുകയാണ്. അപ്പോഴാണ് അവിടെ നിന്ന് ആലീസ് എതിർവശത്തുള്ള ഒരു ആന്റിക് ഷോപ്പിൽ ഒരു ബ്രാസ് ടീപ്പോട്ട് വൃദ്ധയായ ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോകുന്നത് കാണുന്നത്. അവൾക്ക് കൗതുകം തോന്നി. അവൾ ആ ആന്റിക് ഷോപ്പിലേക്ക് കയറി ചെന്നു. ഒരു ബയ്യറെ പോലായിരുന്നു കയറി ചെന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് കരസ്ഥമാക്കി അത് ലേലത്തിൽ വിറ്റ് അത്യാവശ്യം പൈസ ഉണ്ടാക്കിയാലോ എന്നൊക്കെ അവൾ ചിന്തിച്ചിരുന്നു. പിന്നാലെ ജോണും അവളുടെ പിന്നാലെ അവിടെ എത്തി. ഒരു ഘട്ടത്തിൽ ആ വൃദ്ധയുടെ ശ്രദ്ധ മാറിയപ്പോ അവിടുണ്ടായിരുന്ന നേരത്തെ കണ്ട ടീപ്പോട്ട് അടിച്ചുമാറ്റി ആലീസ് ജോണിനൊപ്പം വണ്ടിയിൽ കയറി. ജോണിനോട് വേഗം വണ്ടി വിട്ടോളാൻ പറഞ്ഞു. ജോണും അവൾ പറഞ്ഞത് കേട്ട് വണ്ടിയെടുത്തു. പക്ഷേ ആലീസ് അങ്ങനെ മോഷണം നടത്തിയത് ജോണിനെ ഞെട്ടിച്ചിരുന്നു. തങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ നമ്മൾ പ്രവർത്തിക്കുമെന്ന് കരുതിയില്ല എന്നാണ് ജോൺ പറയുന്നത്. പക്ഷെ ആ ടീപ്പോട്ട് കയ്യിൽ കിട്ടിയത് മുതൽ ആലീസ് സന്തോഷവതിയായി കാണപ്പെട്ടു. ജോൺ പറയുന്ന കാര്യങ്ങളിലും കുറ്റബോധത്തിലുമൊന്നും ആലീസ് ശ്രദ്ധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, അന്ന് രാത്രി പോലും ആ ടീപ്പോട്ട് അടുത്തുനിന്ന് മാറ്റാതെയായിരുന്നു ആലീസ് കിടന്നുറങ്ങിയത്. അടുത്ത ദിവസം ആലീസ് തന്റെ മുടി ഹീറ്റ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ശ്രദ്ധ തെറ്റിയപ്പോ അവളുടെ തലയൊന്ന് പൊള്ളി. അവള് പെട്ടെന്ന് അലറിക്കരഞ്ഞു. പെട്ടെന്നായിരുന്നു അതിശയം നടന്നത്. ആ ടീപ്പോട്ടിനകത്ത് പണം പ്രത്യക്ഷപ്പെട്ടു. സംശയം തോന്നിയവൾ വീണ്ടും തന്നെ ഒന്ന് വേദനിപ്പിച്ചു. അതോടെ ടീപ്പോട്ടിനകത്ത് വീണ്ടും അതാ പണം വരുന്നു. താൻ വേദനിച്ചാൽ ടീപ്പോട്ട് കൂടുതൽ പണം തരും, അതിൽ പണം രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാക്കിയ ആലീസ് സ്വയം വേദനിപ്പിക്കാൻ തുടങ്ങി. ടീപ്പോട്ടിൽ പണവും വന്നുകൊണ്ടിരുന്നു. മാന്ത്രിക ശക്തിയുള്ള ഒരു ടീപ്പോട്ടായിരുന്നു അത്. ഇതേസമയം മറുവശത്ത് ജോണിന്റെ ഓഫീസിൽ ജോൺ ബോസുമായി മീറ്റിംഗിലായിരുന്നു. ജോണിന്റെ ജോലി മെച്ചപ്പെട്ടിട്ടില്ലെന്നും കമ്പനി എംപ്ലോയീസിനെ കുറയ്ക്കാൻ നിർബന്ധിതാവസ്ഥയിലാണെന്നും അതുകൊണ്ട് ജോണിനെ പിരിച്ചുവിടുകയാണ് എന്നും ബോസ് പറഞ്ഞു. നിരാശയോടെയായിരുന്നു ജോൺ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് കയറിയപ്പോ വീട് മൊത്തം താറുമാറായി കിടക്കുന്നു. ഭയന്ന ജോൺ ആലീസിനെ നോക്കി. പരിക്കേറ്റ് ബെഡിൽ കിടക്കുകയായിരുന്നു അവൾ. ജോൺ വല്ലാതെ പാനിക്കായി. പക്ഷേ ആലീസ് ആണെങ്കിൽ ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നു. ഇതെന്താ നടക്കുന്നത് എന്ന് ജോണിന് മനസ്സിലായതേയില്ല. പിന്നാലെ ദുഃഖത്തോടെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കാര്യം ജോൺ ആലീസിനോട് പറഞ്ഞു. പക്ഷേ ആലീസിന് അപ്പോഴും ഒരു കുലുക്കവുമില്ല. ആലീസ് പിന്നാലെ പേടിക്കണ്ടെന്നും നമുക്ക് പണം ഈ ടീപ്പോട്ടിൽ നിന്നുണ്ടാക്കാം എന്നും ജോണിനോട് പറയുകയാണ്. ഇവളെന്ത് വിഡ്ഢിത്തമാ പറയുന്നേ എന്ന ഭാവമായിരുന്നു ജോണിന്. പിന്നാലെ ജോണിനെ അടിച്ചും ഉപദ്രവിച്ചും ജോൺ വേദനയെടുത്ത് കരഞ്ഞപ്പോ ടീപ്പോട്ടിൽ നിന്ന് പണമുണ്ടാകുന്നത് ആലീസ് അവന് കാണിച്ചു കൊടുത്തു.
പക്ഷേ എന്നിരുന്നാലും ഇതൊക്കെ കണ്ടെങ്കിലും ഇങ്ങനെ പണമുണ്ടാക്കൽ ശാശ്വതമല്ലെന്നും ഇത്തരത്തിലുള്ള എന്തിനും വലിയ അപകടവും അവസാനവും ഉണ്ടാവും എന്നും ജോൺ പറഞ്ഞു. അങ്ങനൊരു അപകടം അവസാനം അവർക്കുണ്ടാവരുത് എന്ന് ചിന്തിച്ച ജോൺ ആ ടീപ്പോട്ട് മോഷ്ടിച്ച ആ കടയിൽ തന്നെ തിരികെ ഏൽപ്പിക്കാൻ വേണ്ടി ആലീസിനെ കുറിപ്പെഴുതി വെച്ച് ടീപ്പോട്ടുമെടുത്ത് പുറപ്പെട്ടു. പക്ഷെ ആ കടയിലെത്തിയപ്പോഴോ അത് ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അവിടെങ്ങും ആരും തന്നെയില്ല. അതോടെ ആ ടീപ്പോട്ട് ഒഴിവാക്കാം എന്ന് ചിന്തിച്ച് ടിവിയിൽ നടക്കുന്ന ലൈവ് ഓപ്ഷനിൽ ജോൺ എത്തി. പക്ഷേ ഓപ്ഷൻ നടത്തുന്ന വ്യക്തി പറഞ്ഞത് $5000 മാത്രമായിരുന്നു. എന്തുകൊണ്ടോ അവന്റെ മനസ്സ് മാറി. ഈ ടീപ്പോട്ട് വിൽക്കുന്നില്ലെന്ന് പറഞ്ഞ് ആ ടീപ്പോട്ടുമായി അവൻ നേരെ തിരികെ വീട്ടിലേക്കെത്തി. ജോണും ആലീസും തമ്മിൽ സംസാരിച്ചു. ഒടുവിൽ ഒരു ഡീൽ ജോൺ പറഞ്ഞു, ഈ ടീപ്പോട്ട് ഉപയോഗിച്ച് പരമാവധി $1 മില്യൺ നമുക്കുണ്ടാക്കാം. അതിനുശേഷം നമുക്ക് ഈ ടീപ്പോട്ട് ഉപയോഗിക്കുന്നത് നിർത്താം. ആലീസും അതിന് സമ്മതിച്ചു. അതോടെ സ്വയം വേദനിപ്പിച്ച് പണമുണ്ടാക്കാൻ അവർ ആരംഭിച്ചു. സമ്പാദിക്കുന്ന പണമൊക്കെ ബാത്റൂമിനകത്ത് അവർ ഒളിപ്പിച്ചും വെച്ചു. അങ്ങനെ അധികം വൈകാതെ $1,94,000 സമ്പാദിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ബാങ്കിലിട്ടാൽ സംശയങ്ങൾ ഉണ്ടായാലോ എന്ന് ചിന്തിച്ച് അവരത് ബാങ്കിലിട്ടില്ല, കയ്യിൽ തന്നെ സൂക്ഷിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആലീസിന്റെ പാരന്റ്സിന്റെ വീട്ടിൽ ഒരു ലഞ്ച് പാർട്ടി ഉണ്ടായിരുന്നു. ജോണും ആലീസും ക്ഷണിക്കപ്പെട്ടു. സാധാരണ ഓരോ ചോദ്യങ്ങൾ ഭയന്ന് ജോൺ അങ്ങോട്ടേക്ക് പോവാറുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ധൈര്യത്തോടെ പണം വാരിയെറിഞ്ഞ് ജോണും ആലീസും അവിടെ എത്തി. മാത്രമല്ല അവിടെ പോയാൽ എപ്പോഴും ആലീസിന്റെ ബ്രദറിൻലോ എന്താ കുട്ടികളൊന്നും നോക്കുന്നില്ലേ എന്ന മട്ടിലിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് ജോണും ആലീസിനും ഇഷ്ടമല്ല. എന്തായാലും അന്ന് ചെന്നപ്പോ ആലീസിന്റെ അമ്മ ജോണിനോട് എന്താ ജോണിന്റെ ഇപ്പോഴത്തെ ജോലി, എന്താ പരിപാടി എന്ന് ചോദിച്ചു. താൻ ഇൻവെസ്റ്റ്മെന്റ് വേൾഡിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നായിരുന്നു ജോണിന്റെ മറുപടി. അത് കേട്ടതും ആലീസിന്റെ അമ്മ ഭയപ്പെട്ടു. അതവരെ കൂടുതൽ തകർത്താലോ സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായാലോ എന്നൊക്കെ അവർ ഭയക്കുന്നുണ്ടായിരുന്നു. ഏയ് അതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ ഡീല് ചെയ്യാം എന്ന് ജോൺ പറഞ്ഞെങ്കിലും ആലീസ് ഉടൻ അതൊക്കെ തമാശയാണ് അമ്മയെന്നും ഞങ്ങൾ നന്നായിട്ടാ ജീവിച്ചുകൊണ്ടിരിക്കുന്നേ എന്നും പറഞ്ഞ് അമ്മയെ അവൾ സമാധാനിപ്പിച്ചു. തിരികെ വീട്ടിലേക്കെത്തിയവർ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടാൻ ആരംഭിച്ചപ്പോ പെട്ടെന്ന് ഡോറിലത മുട്ടുകേൾക്കുന്നു. ജോൺ എഴുന്നേറ്റ് വാതിൽ തുറന്നു. ആലീസ് അപ്പോഴേക്കും ടീപ്പോട്ട് ഒളിപ്പിച്ചിരുന്നു. അവിടെ എത്തിയത് യോയൽ എന്നും ഗിലാഡ് എന്നും പേരുള്ള 2 യുവാക്കളായിരുന്നു. അവർ കണ്ടപാടെ ജോണിനെ അടിക്കാൻ ആരംഭിച്ചു. ടീപ്പോട്ട് എവിടെ, അത് തരാൻ പറഞ്ഞിട്ടായിരുന്നു മർദ്ദനം. ആ ടീപ്പോട്ട് സൂക്ഷിച്ചിരുന്ന വൃദ്ധ മരണപ്പെട്ടിരുന്നു. അവരുടെ അനന്തരാവകാശികളായിരുന്നു അവർ. മരിക്കുന്നതിന് മുമ്പ് ആ ടീപ്പോട്ട് മോഷണം പോയ കാര്യം അവർ അനന്തരാവകാശികളോട് പറഞ്ഞിരുന്നു. അതിനെപ്പറ്റി അവർ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കെയാണ് ജോൺ ലൈവ് TV ഷോയിൽ അത് ലേലത്തിന് കൊണ്ടുപോയപ്പോൾ അവർ കാണുന്നത്. അങ്ങനെ ജോണിനെ അന്വേഷിച്ചു പിടിച്ച് അങ്ങോട്ടേക്ക് എത്തിയതാണ് അവർ. ജോൺ ഇനിയും വേദന സഹിക്കരുത് എന്ന് ചിന്തിച്ച ആലീസ് തങ്ങളാ ടീപ്പോട്ട് വിറ്റുവെന്നും കിട്ടിയ പണത്തിൽ ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരാം എന്നും അവരോട് പറഞ്ഞു. കയ്യിൽ നിന്നും ഉണ്ടായിരുന്ന കുറച്ച് പണമെടുത്ത് ആലീസ് അവർക്ക് കൊടുത്തു. അതോടെ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അതോടെ ആ ടീപ്പോട്ടിനെ പറ്റി കൂടുതൽ അറിയണം എന്ന് ആലീസിനും ജോണിനും തോന്നുകയാണ്. ലൈബ്രറിയിൽ പോയി അതിനെപ്പറ്റി അവർ കൂടുതൽ പരിശോധിച്ചു. ആ ടീപ്പോട്ടിനുള്ള മാന്ത്രിക ശക്തികളെപ്പറ്റി അവർ വായിച്ചെടുത്തു. പക്ഷേ അതിൽ വലിയൊരു വാണിംഗ് ഉണ്ടായിരുന്നു. ആ ടീപ്പോട്ടിന്റെ ഉപയോഗം അവരെ കൊണ്ടെത്തിക്കുക അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലായിരിക്കും എന്നായിരുന്നു അതിൽ കുറിച്ചിരുന്നത്. ജോൺ അത് കാണാതിരിക്കാൻ ആലീസ് അത് കീറി മാറ്റി. പിന്നാലെ കൂടുതൽ പണം സമ്പാദിച്ച് സമ്പന്നത നിറഞ്ഞൊരു ജീവിതം അവർ ആരംഭിച്ചു. അവർ വളരെ വലിയൊരു വീട് വാങ്ങി, കാറ് വാങ്ങി, ജുവല്ലറികളും മറ്റും വാങ്ങി. പിന്നാലെ അവരൊരു ഹൗസ് വാമിംഗ് നടത്തി. അതിൽ പങ്കെടുക്കാൻ അവരുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചിരുന്നു. പാർട്ടി അരങ്ങേറുന്ന സമയത്ത് ചൈനയിൽ നിന്നുള്ള ഡോക്ടർ ലിങ് എന്ന ആന്റിക് വസ്തുക്കളെ പറ്റി റിസർച്ച് നടത്തുന്ന ഒരു വ്യക്തി അവരെ കാണാനെത്തി. ആ ആന്റിക് ടീപ്പോട്ടിനെ പറ്റി സംസാരിച്ച് അത് സൂക്ഷിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാവുമെന്നും തനിക്കത് സംരക്ഷിക്കാൻ സാധിക്കുമെന്നും അത് തനിക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നും പറഞ്ഞിട്ടായിരുന്നു അയാൾ വന്നത്. പക്ഷേ തങ്ങൾ ആ ടീപ്പോട്ട് ഒരു മ്യൂസിയത്തിന് ഡൊണേറ്റ് ചെയ്തു എന്നായിരുന്നു അവർ പറഞ്ഞത്. ഡോക്ടറിന് അവർ പറയുന്നത് നുണയാണെന്നറിയാമായിരുന്നു. ആ ടീപ്പോട്ട് കൈവശം വെച്ചാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകും എന്ന് ഡോക്ടർ അവർക്ക് വാണിംഗ് കൊടുത്തു. പക്ഷേ ആലീസ് അതൊന്നും ചെവികൊണ്ടില്ല. അയാളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. നിലവിൽ സമ്പന്നതയൊക്കെ വന്നല്ലോ. ആലീസ് തന്നെ പേറ്റിന് തുല്യമായി ചിന്തിക്കാൻ ആരംഭിച്ചു. പേറ്റിനുമായി ഒരു സൗഹൃദം വളർത്തി. പേറ്റിനെയും ഭർത്താവിനെയും ഒരു ലക്ഷറി ഡിന്നറിന് വരെ ക്ഷണിച്ചവൾ കൂട്ടിക്കൊണ്ടുപോയി. പിന്നീട് അങ്ങോട്ടേക്ക് പേറ്റൻ ആലീസിന്റെ അടുത്ത സുഹൃത്തായി മാറി. അവരൊന്നിച്ച് പലയിടത്തും കറങ്ങി. ഇതിനിടയിൽ ലൂയിസിനെ ആലീസ് കണ്ടെങ്കിലും അവളുടെ ലോയൽ ഫ്രണ്ടായിരുന്നു ലൂയിസ്. എങ്കിലും ലൂയിസിനെ ആലീസ് അവോയ്ഡ് ചെയ്യാൻ ആരംഭിച്ചു. അവളെ ഒരു
പരിചയവുമില്ലാത്ത പോലെ ആയിരുന്നു ആലീസ് പെരുമാറിയതുപോലും. പണം അവളെ വല്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആർണി മദ്യപിച്ചവരുടെ വീട്ടിലേക്ക് കടന്നു വന്നു. ആലീസും ജോണും അങ്ങനെ സമ്പന്നരായതും അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതും പഴയ ലാൻഡ്ലോഡും സുഹൃത്തുമായ ആർണിക്ക് അത്രയ്ക്കങ്ങോട്ടേക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് കയറി വന്നിയവൻ ആലീസിന്റെ കയ്യിൽ അന്ന് ടീപ്പോട്ടിരിക്കുന്ന കണ്ട് അത് തട്ടിപ്പറിച്ച് പുറത്തേക്കൂടി. ആ ടീപ്പോട്ട് നിലത്തിട്ട് തന്റെ ട്രക്ക് ഉപയോഗിച്ച് അത് നശിപ്പിക്കാൻ വേണ്ടി ആർണി ശ്രമിച്ചെങ്കിലും ഭാഗ്യവശാൽ ടീപ്പോട്ടിനൊന്നും തന്നെ സംഭവിച്ചില്ല. നടന്ന കാര്യങ്ങൾ ആലീസിനെയും ജോണിനെയും ഒന്ന് ഭയപ്പെടുത്തിയിരുന്നു. ടീപ്പോട്ടിനെ പറ്റി കൂടുതൽ അറിയാനും മറ്റുമായി അവരെ കാണാൻ വന്ന ഡോക്ടർ ലിങ്ങിനെ അവർ ചെന്ന് കണ്ടു. ഡോക്ടർ ലിങ് തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. ആ ടീപ്പോട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ട് ഈ ലോകത്തുള്ളതാണ്. ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നരായ പല ആളുകളുടെയും കയ്യിലൂടെയാണ് ഈ ടീപ്പോട്ട് കൈമാറി വന്നത്. കൂടുതലും ലോകത്തിനോട് ക്രൂരത ചെയ്ത് പൈശാചികത നിറഞ്ഞ വ്യക്തികളുടെ കയ്യിലായിരുന്നു ഈ ടീപ്പോട്ടുണ്ടായിരുന്നത്. ഇത് ദീർഘനാൾ ഉപയോഗിക്കുന്നവരുടെ ഉള്ളിൽ പൈശാചികത ഉടലെടുക്കും. അത് അവരുടെ ജീവന് തന്നെ അപകടമാകും. അതാണ് ഇന്നുവരെ സംഭവിച്ചിട്ടുള്ളതും. ഈ ടീപ്പോട്ട് ഇന്നത്തെ കാലത്ത് നശിപ്പിക്കാൻ കഴിയുന്ന ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരേ ഒരു വ്യക്തി ഞാനാണ്. ഈ ടീപ്പോട്ട് നശിപ്പിക്കാൻ സാധിക്കില്ല, ഒളിപ്പിക്കാനേ പറ്റൂ. എനിക്കത് ആരുടെയും കയ്യിൽ കിട്ടാത്ത രീതിയിൽ ഒളിപ്പിക്കാൻ പറ്റും. പക്ഷേ ആലീസ് അതൊന്നും ചെവികൊണ്ടില്ല. ഡോക്ടർ ലിങ് ടീപ്പോട്ട് കരസ്ഥമാക്കാൻ പറയുന്നതാണത് എന്നൊക്കെയായിരുന്നു ആലീസ് ചിന്തിച്ചത്. അവൾ ആ ടീപ്പോട്ട് കൊടുത്തതേയില്ല. അന്ന് രാത്രിയിൽ ആലീസും ജോണും ഉറങ്ങുമ്പോഴാണ് മറ്റൊന്ന് സംഭവിച്ചത്. അവരുടെ വീട്ടിൽ ആരോ കടന്നു കയറി. അവരെ നോക്കിയപ്പോ കണ്ടത് മുമ്പ് ടീപ്പോട്ടിന്റെ അവകാശികൾ എന്ന് പറഞ്ഞു വന്ന ആ രണ്ടുപേരുണ്ടല്ലോ, അവർ അവരുടെ പണം മൊത്തം മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതായിരുന്നു. ജോണും ആലീസും അവരെ തടയാൻ ശ്രമിച്ചു. പക്ഷേ അത് വിജയിച്ചില്ല. അവർ മുഴുവൻ പണവുമായി കടന്നു കളഞ്ഞു. ആലീസ് വേദനയിൽ നിറഞ്ഞു, പൊട്ടിക്കരഞ്ഞു. നാളുകളെടുത്ത് ഒരുപാട് വേദന സഹിച്ച് അവർ സമ്പാദിച്ച പണമാണ്. അതാണ് എളുപ്പത്തിൽ അവർ വന്ന് എടുത്തുകൊണ്ട് പോയത്. ഇനിയും ഒന്നു മുതൽ തുടങ്ങണമല്ലോ. അതൊക്കെ ഓർത്തായിരുന്നു ആലീസിന്റെ വിഷമം. നാളുകൾ മുമ്പോട്ടേക്ക് പോയി. അവരുടെ പക്കലുള്ള പണവും വല്ലാതെ കുറഞ്ഞിരുന്നു. ബംഗ്ലാവിന്റെ പുറത്തെ പുല്ല് വെട്ടാൻ ആളെ വിളിക്കാൻ പോലും അവരുടെ കയ്യിൽ പണമില്ലാതായി. ഈ ഒരു സമയത്ത് വേദനിച്ച് പോട്ട് വഴി പണമുണ്ടാക്കാൻ നോക്കിയാലും ടീപ്പോട്ടിൽ നിന്ന് പഴയതുപോലെ ഒരുപാട് പണം വരുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് വേദനിച്ചാലേ കുറച്ചെങ്കിലും പണം കിട്ടൂ. അങ്ങനെ മുമ്പോട്ടേക്ക് പോവാൻ ജോണിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒടുവിൽ കുറച്ചധികം പണം കിട്ടാൻ തന്റെ ജീവൻ തന്നെ സാക്രിഫൈസ് ചെയ്താലും കുഴപ്പമില്ല എന്ന അവസ്ഥയിലേക്ക് ജോൺ എത്തി. ജോൺ ഒരു ബാറിൽ പോയി ഒരാളുമായി വലിയ തോതിൽ ഇടിയുണ്ടാക്കി. ടീപ്പോട്ടും അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ കുറച്ച് പണം ലഭിച്ചു. പക്ഷേ അതിൽ സാരമായ പരിക്ക് ജോണിന് പറ്റിയിരുന്നു. ജോണിനെ അതിന്റെ പേരിൽ എല്ലാവരും കളിയാക്കി. അടുത്തൊരു ദിവസം എന്തു ചെയ്യുമെന്നറിയാതെ ആലീസ് ഒരു പാർക്ക് ബെഞ്ചിലിരിക്കുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഒന്ന് സംഭവിച്ചത്. ആലീസിന്റെ അടുത്ത് ഒരാൾ മറഞ്ഞു വീണു. അയാൾ വേദന കൊണ്ട് അലറിയപ്പോ ടീപ്പോട്ടിനകത്ത് കൂടുതൽ പണം പ്രത്യക്ഷപ്പെട്ടു. മറ്റുള്ളവരുടെ വേദന ടീപ്പോട്ടിൽ കൂടുതൽ പണം നൽകും എന്ന കാര്യം ആലീസ് തിരിച്ചറിഞ്ഞു. അതോടെ ആളുകൾ കൂടുതൽ വേദന അനുഭവിക്കുന്നിടത്ത് പോയി പണം സമ്പാദിക്കാൻ അവർ തീരുമാനിച്ചു. അവരങ്ങനെ ബോക്സിംഗ് കാണാൻ പോവുകയും പ്രസവ വാർഡിൽ പോവുകയും ഒക്കെ ചെയ്തു. കൂടുതൽ പണം സമ്പാദിച്ചു. പണം കൂടി വരുംതോറും ആലീസിന്റെ സ്വഭാവവും മാറി വന്നു. ഒരിക്കൽ കാർ ഓടിച്ചു പോകുമ്പോ തെരുവിലൂടെ പോകുന്ന പാവപ്പെട്ട ഒരുത്തനെ വണ്ടിയിടിപ്പിച്ച് പണമുണ്ടാക്കാൻ ആലീസ് ശ്രമിച്ചു. ആലീസിന്റെ ഈ മാറ്റങ്ങൾ ജോൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ ചെയ്യുന്നത് വളരെ വലിയ ക്രൂരതയാണ് എന്നൊക്കെ ജോൺ പറഞ്ഞെങ്കിലും ആലീസ് ഒന്നും ചെവികൊണ്ടില്ല. ആലീസ് അതിനു പകരം ജോണിനെ കുറ്റപ്പെടുത്തി. ഇത്രനാളും ജീവിച്ചിട്ട് നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. ഇപ്പോ എല്ലാം നല്ല രീതിയിൽ വരുമ്പോ അതും തടയാൻ നോക്കുന്നു. വളരെ വലിയ രീതിയിൽ ആലീസ് ഒന്ന് ജോണിനോട് ദേഷ്യപ്പെട്ടു. ചീത്തവാക്കുകൾ വിളിച്ചു. അവരെ അതിശയിപ്പിച്ചുകൊണ്ട് ടീപ്പോട്ട് കൂടുതൽ പണം നൽകാൻ തുടങ്ങി. അതോടെ കാര്യം മനസ്സിലാക്കിയ ആലീസ് ജോണിനെ വേദനിപ്പിക്കാൻ തന്നെപ്പോലൊരു പെൺകുട്ടി ജോണിന് ഒരുപാട് കൂടുതലാണ്, എന്നെയൊന്നും ജോൺ അർഹിക്കുന്നേയില്ല എന്ന മട്ടിലൊക്കെ പറഞ്ഞു. ജോണിന് കൂടുതൽ വിഷമമാവും തോറും ടീപ്പോട്ടിൽ കൂടുതൽ പണം രൂപപ്പെട്ടു. പിന്നാലെ ജോണിനോടും തന്നെപ്പറ്റി അതേപോലെ പറയാൻ ആലീസ് ആവശ്യപ്പെട്ടു. പക്ഷേ താൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അങ്ങനൊന്നും താൻ പറയില്ല എന്നായിരുന്നു ജോണിന്റെ മറുപടി. പക്ഷേ ആലീസ് വാശി പിടിച്ചു. ഒടുവിൽ അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കാൻ ജോൺ നിർബന്ധിതനായി. ആലീസിന് പണം മാത്രമായിരുന്നു ലക്ഷ്യം. ജോണുള്ള സത്യങ്ങൾ പറഞ്ഞു. പണ്ടൊരിക്കൽ താൻ അബദ്ധത്തിൽ പേറ്റനെ ചുംബിച്ചിട്ടുണ്ട് എന്നായിരുന്നു ജോൺ പറഞ്ഞത്. ആലീസിനെ അത് അസ്വസ്ഥപ്പെടുത്തി. പക്ഷേ എന്നാലും ആലീസിനെ
അത് കാര്യമായി ബാധിച്ചില്ല. കൂടുതൽ പണം കിട്ടിയതുകൊണ്ട് അവൾ അക്കാര്യത്തിൽ സന്തോഷവതിയായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് പരസ്പരം വേദനിപ്പിച്ചും കുറ്റപ്പെടുത്തി സംസാരിച്ചും ഇരുവരും പണമുണ്ടാക്കാൻ ആരംഭിച്ചു. ആ കൂട്ടത്തിൽ അവൾ ഒരു സത്യം കൂടി പറഞ്ഞു. പഴയ ലാൻഡ്ലോഡും സുഹൃത്തുമായിരുന്ന ആർണിക്കൊപ്പം താൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു ആലീസ് പറഞ്ഞത്. അത് കേട്ട് ജോൺ ആകെ അസ്വസ്ഥനായി. ദേഷ്യം വന്ന ജോൺ വൈകാതെ ആർണിയുടെ അടുത്തേക്ക് പോയി ആർണിയുടെ ഭാര്യയുടെ അടുക്കൽ നിന്റെ ഭർത്താവ് എന്റെ ഭാര്യയുടെ ഒപ്പം കിടന്നിട്ടുണ്ട് എന്ന് വിളിച്ചലറി. ദേഷ്യത്തിൽ ആർണി ജോണിനെ തല്ലി. അപ്പോഴാണ് അവരുടെ പക്കലുള്ള ടീപ്പോട്ട് ആർണിയുടെ കയ്യിൽപ്പെട്ടത്. ടീപ്പോട്ട് തനിയെ പണമുണ്ടാക്കുന്നത് ആർണി കണ്ടു. ആർണി അതിനെപ്പറ്റി ചോദിച്ചെങ്കിലും ആലീസും ജോണും ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രമല്ല ടീപ്പോട്ടും എടുത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്തു. പിന്നാലെ ആലീസ് ജോണിനോട് പറഞ്ഞു, ജോണിനോട് എല്ലാം ഇപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വല്ലാത്ത സത്യസന്ധയായി എനിക്ക് അനുഭവപ്പെടുന്നു. മാത്രമല്ല അത് ജോണിന്റെ ഫീലിംഗ്സിനെ ഹർട്ട് ചെയ്തപ്പോ നമുക്കൊരുപാട് പണവും കിട്ടി. അതിനർത്ഥമെന്താ? മറ്റുള്ളവരുടെ ഫീലിംഗ്സിനെ വേദനിപ്പിക്കുന്ന സത്യങ്ങൾ നമ്മൾ പുറത്തു പറഞ്ഞാൽ കൂടുതൽ പണം കിട്ടുമെന്നല്ലേ? അതും അവർ വേദനിക്കുമ്പോൾ നമുക്ക് സത്യം പറയുകയും ചെയ്യാം, പണം കിട്ടുകയും ചെയ്യും. അവരുടെ അയൽവക്കക്കാരനായ ഫ്രണ്ടായ റിക്കിയുടെ കുടുംബത്തിലേക്ക് ജോണും ആലീസും പിന്നാലെ ചെന്നു. തനിക്കറിയാവുന്ന ഒരു സത്യം ആലീസ് റിക്കിയോട് പറഞ്ഞു. റിക്കിയുടെ പ്രിയപ്പെട്ട വളർത്തുനായ റിക്കിയുടെ ഭാര്യ പേറ്റന്റ് അശ്രദ്ധ കൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്ന സത്യമായിരുന്നു അത്. അതവരെ ഹർട്ട് ചെയ്തു. ആലീസിനും ജോണിനും പണവും കിട്ടി. ജോൺ തന്റെ എക്സ് ബോസിന്റെ വൈഫിനടുക്കൽ ചെന്ന് ബോസിന് ഓഫീസിലുള്ള മറ്റ് ലേഡികളുമായുള്ള ബന്ധത്തെപ്പറ്റി പറഞ്ഞു, തെളിവും കാണിച്ചു. ഒടുവിൽ അവർ നേരെ പോയത് ആലീസിന്റെ ബ്രദർ ഇൻ ലോയുടെ അടുത്തേക്കായിരുന്നു. എപ്പോഴും കുട്ടിയായില്ലേ എന്ന് ചോദിച്ച് അവരെ പരിഹസിക്കുന്ന അതേയാളുടെ അടുത്തേക്ക്. ആലീസ് അവിടെ വെച്ച് പറഞ്ഞു, എന്റെ സഹോദരി ഗർഭിണിയായല്ലോ, അതിന്റെ അച്ഛൻ നിങ്ങളാണ് എന്ന് പറഞ്ഞിട്ടല്ലേ അവള് നിങ്ങളെ കല്യാണം കഴിച്ചേ? പക്ഷേ സത്യത്തില് നിങ്ങളൊന്നുമല്ല ആ കുട്ടിയുടെ അച്ഛൻ. അവള് നിങ്ങളെ ട്രാപ്പ് ചെയ്തതാ. അങ്ങനെ ഒരുപാട് പണം അവരുടെ പക്കൽ വന്നു ചേർന്നു. മുമ്പോട്ട് പോകുന്നോറും പണത്തോടുള്ള ആലീസിന്റെ ഒബ്സഷൻ വർദ്ധിച്ചു വന്നു. ഒരു ഘട്ടത്തിൽ ആലീസിനറിയാവുന്ന കുട്ടികളെ പീഡിപ്പിക്കുന്ന നാടിന് തന്നെ ഉപദ്രവമായിട്ടുള്ള രണ്ടാളുകളുണ്ട്. അവരെ അങ്ങ് കൊന്ന് നാടിന് ഉപകാരം ചെയ്യുകയും ചെയ്യാം, പണവും സമ്പാദിക്കാം എന്ന മട്ടിൽ ആലീസ് പറഞ്ഞു. ജോൺ ഞെട്ടലോടെ അത് കേട്ട് ഉടനടി അത് പറ്റില്ലെന്ന് പറഞ്ഞ് പ്രതികരിച്ചു. പക്ഷേ ദയാലുവായിരുന്ന ആലീസാണ് ഇപ്പോൾ വളരെ ഒബ്സസ്ഡായ ക്രൂരിയായ ഒരു സ്ത്രീയായി മാറുന്നത്. ജോണിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് പരിധികൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ആലീസിനെ രക്ഷപ്പെടുത്താൻ ജോൺ ഡോക്ടർ ലിങ്ങിനെ ചെന്ന് കണ്ടു, സഹായിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഡോക്ടർ ലിങ് പറഞ്ഞു, ആലീസാണ് ആ ടീപ്പോട്ടിന്റെ ഉടമ. അവൾ സന്തോഷത്തോടെ അത് കൈമാറ്റം ചെയ്തു തന്നാൽ മാത്രമേ അതിന്റെ ശക്തിയും അതിന്റെ കൂടെ പകർന്നു കിട്ടൂ. ഇതുവരെയുള്ള എന്റെ അറിവ് വെച്ച് ഒരാൾ എത്രത്തോളം ദയാലുവും നല്ലവരുമാണോ അവരാണ് ടീപ്പോട്ട് കിട്ടിക്കഴിയുമ്പോ ഏറ്റവും ക്രൂരരായി മാറിയിട്ടുള്ളത്. ഡോക്ടർ ലിങ് പറഞ്ഞത് ജോണിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കി. ഒടുവിൽ ആലീസിനെ രക്ഷിക്കാൻ മറ്റു വഴികളൊന്നുമില്ലെന്ന് കണ്ടതും വിൻഡോക്കടുത്ത് കയറിയിരുന്ന ജോൺ താൻ ഈ ടീപ്പോട്ട് പുറത്തേക്കെറിയാൻ പോവുകയാണ് എന്ന മട്ടിൽ പറഞ്ഞു. കൂട്ടത്തിൽ താനും ചാടുമെന്ന് പറഞ്ഞു. പ്രത്യേകിച്ചും അവൾ അവളുടെ പണം സമ്പാദിക്കാനുള്ള ആളുകളെ കൊല്ലുന്നതടക്കമുള്ള പ്ലാനുമായി മുമ്പോട്ട് പോയാൽ. അത് കണ്ടതും ആലീസ് ഇല്ല, ഞാൻ എന്റെ പ്ലാനുമായി മുമ്പോട്ട് പോവില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവളുടെ കണ്ണുകൾ ആ ടീപ്പോട്ടിലായിരുന്നു. ജോണിന് കാര്യം മനസ്സിലായി. അവൾ മാറാനേ പോകുന്നില്ല. ടീപ്പോട്ടുമായി ജോൺ താഴേക്ക് ചാടി. പക്ഷേ ആ ഒരു ആഘാതം ആലീസിന്റെ മനസ്സ് തന്നെ മാറ്റിയിരുന്നു. തനിക്കിനി ആ ടീപ്പോട്ട് വേണ്ടെന്നും താനത് ഡോക്ടർ ലിങ്ങിന് തിരികെ കൊടുക്കാം എന്നും അങ്ങനെ ആലീസ് മനസ്സില്ലാ മനസ്സോടെ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം ടീപ്പോട്ട് കൊടുക്കാമെന്ന് ഉറപ്പിച്ച് അവർ ഉറങ്ങാൻ കിടന്ന അന്നായിരുന്നു അത് സംഭവിച്ചത്. ആർണി അവരുടെ വീട്ടിൽ കടന്നു കയറി ആ ടീപ്പോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി. ആദ്യം അവനത് കൊണ്ടുപോവാണെ കൊണ്ടുപോകട്ടെ എന്ന മട്ടിലായിരുന്നു ആർണിയും ജോണും ചിന്തിച്ചതെങ്കിലും തങ്ങളെപ്പോലെ അവനും അപകടത്തിൽ പെടുമല്ലോ എന്ന് ചിന്തിച്ചപ്പോ ആർണിയെ തടയാൻ അവർ തീരുമാനിച്ചു. ആർണിയുടെ വീട്ടിലെത്തി അവർ കണ്ടത് വീട് മുഴുവൻ തകിടമായി കിടക്കുന്നതായിരുന്നു. പരിക്കേറ്റ് ആർണി നിൽക്കുന്നു. കയ്യിൽ ടീപ്പോട്ടും കുറെ പണവുമുണ്ട്. പിന്നാലെ തോക്ക് ചൂണ്ടി ആർണി കടന്നു വന്നു. അതേസമയമായിരുന്നു അവരെ പിന്തുടർന്ന് കൃത്യം അങ്ങോട്ടേക്ക് തന്നെ ആ ടീപ്പോട്ടിന്റെ അനന്തരാവകാശികളായിട്ടുള്ളവരും കടന്നെത്തുന്നത്. അവരും തോക്ക് ചൂണ്ടിയിട്ടുണ്ട്. നിലവിൽ ആർണിയുടെ പക്കലാണല്ലോ ടീപ്പോട്ടുള്ളത്. അതുകൊണ്ട് ആ ടീപ്പോട്ടിനോട് വല്ലാത്തൊരു ഒബ്സഷൻ ആർണിക്ക് രൂപപ്പെട്ടിരുന്നു. ആർണിയും അനന്തരാവകാശികളും തമ്മിൽ ഷൂട്ടൌട്ട് നടന്നു. ഒടുവിൽ ആ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയപ്പോൾ ആലീസിന്റെയും ജോണിന്റെയും കയ്യിൽ തന്നെ ടീപ്പോട്ട് എത്തി. അവിടെയാകെ നിരന്നുകിടന്ന പണം മുഴുവൻ കവറിലാക്കി അവർ എടുത്തു. പിന്നാലെ ആലീസ് പൂർണ്ണ മനസ്സോടെ ആ ടീപ്പോട്ട് ഡോക്ടർ ലിങ്ങിന് കൈമാറി. ഡോക്ടർ ലിങ് ആലീസിനോട് നന്ദി പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയൊരു പ്രവൃത്തിയാണ്. മുമ്പ് ഇതുപോലെ പലരുടെ പക്കലും ഇതുണ്ടായിരുന്നപ്പോൾ ഇത് നശിപ്പിക്കാൻ ഒളിപ്പിക്കാൻ ഞാൻ അവരോട് ഇത് ചോദിച്ചതാണ്. ആരും ഇത് തന്നില്ല. അതും വാങ്ങി ഡോക്ടർ ലിങ് അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം അങ്ങനെ കിട്ടിയ പണത്തിലെ വലിയൊരു പങ്ക്
ആലീസ് ആരാണ് കൊടുത്തതെന്ന് പോലും പറയാതെ അവളുടെ പഴയ സുഹൃത്തായിരുന്ന ലൂയിസിന് കൊടുത്തു. ആ ചെക്ക് കണ്ട് ലൂയിസും ചക്കും സന്തോഷിച്ചു. എല്ലാം ഉപേക്ഷിച്ച് കിട്ടിയ ജീവനുമായി സന്തോഷത്തോടെ ജീവിക്കാൻ ആലീസും ജോണും തീരുമാനിച്ചിരുന്നു. ആലീസ് ഇപ്പോൾ ഗർഭിണിയാണ്. അവർ മെക്സിക്കോയിലേക്ക് പുതിയൊരു ജീവിതം തേടി യാത്രയാരംഭിച്ചു. ഇതേസമയം ഡോക്ടർ ലിങ്ങാകട്ടെ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. അയാൾ ആ ടീപ്പോട്ട് ആർക്കും കിട്ടാത്ത രീതിയിൽ നടുക്കടലിൽ ഉപേക്ഷിച്ചു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.